സാർ നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ പിണറായി വിജയൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് വയലാറിൻ്റെ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്. അതായത്, കാലം മാറി വരും, കാറ്റിൻ ഗതി മാറും, കടൽ വറ്റി കരയാകും, കര പിന്നെ കടലാകും, കഥ ഇത് തുടരുന്നു. എത്രയും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരാളായാൽ പോലും അദ്ദേഹത്തിന് ഒരു പതനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ആ പാട്ടിൻ്റെ വരികൾ സൂചിപ്പിക്കുന്നത്. മറ്റൊരു പാട്ടിൻ്റെ വരികളിൽ വയലാർ ഇങ്ങനെ കൂടി പറയുന്നുണ്ട്: കാലക്കേടാകുമ്പോൾ കാലന് പോലും വേണ്ടെന്ന് തോന്നും, കഴിവുള്ളപ്പോൾ കയ്യിൽ കാശുള്ളപ്പോൾ നിന്നെ പൂവിട്ട് പൂജിക്കും, പുകഴ്ത്തിപ്പാടും, കാലങ്ങൾ മാറും, കാലക്കേടാകുമ്പോൾ കാലന് പോലും വേണ്ടെന്ന് തോന്നും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും എന്നാണ് വയലാർ പറഞ്ഞു വച്ചത്. ഇവിടെ പറയാൻ കാരണം, ഇന്നലെയും ഇന്നുമായി തിരുവനന്തപുരത്ത് CPM-ൻ്റെ സംസ്ഥാന സമിതി യോഗം ചേരുന്നു. വീണ്ടും അതിൻ്റെ വിപുലീകരിച്ച ഒരു സംസ്ഥാന സമിതി കോഴിക്കോട് വച്ച് സെപ്റ്റംബർ 13 മുതൽ ചേരുന്നു. ഇതിൻ്റെ പ്രധാന അജണ്ട 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഉണ്ടായ വലിയ പരാജയത്തിന് കാരണം പിണറായി വിജയൻ എന്ന നേതാവിലേക്ക് എല്ലാ കാര്യങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പ്രചരണ പരിപാടി, ശബരിമല വിഷയത്തിൽ കൃത്യമായ നിലപാടുകൾ എടുക്കാതിരുന്നത്, PM ശ്രീ വിഷയത്തിൽ മുന്നണിക്ക് അകത്തുണ്ടായ പ്രശ്നങ്ങൾ, സാധാരണക്കാരിൽ നിന്നും ഈ പാർട്ടി അകന്നുപോയി എന്നൊക്കെയുള്ള പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സംസ്ഥാന സമിതി നടക്കുന്നത്. ഇതിൽ കൃത്യമായൊരു കാര്യം ഇന്നലെ ദേശീയ സെക്രട്ടറി MA ബേബി പറഞ്ഞിരിക്കുന്നു. തിരുത്തേണ്ടവർ തിരുത്തണം, മാറേണ്ടവർ മാറണം എന്നുള്ള കാര്യത്തിൽ കുറച്ചുകൂടി കടത്തി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. നേതൃത്വത്തെ മാറ്റുന്നതിനുള്ള ചർച്ച നിങ്ങൾക്ക് ചെയ്യാം, ആ ചർച്ച ഇവിടെ ചെയ്യാവുന്നതാണ്, അതിന് അനുമതിയുണ്ട് എന്ന് പറയുമ്പോൾ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM-നുണ്ടായിരുന്ന തോൽവിയുടെ പ്രധാന കാരണക്കാരൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമാണ് എന്നിരിക്കെ ഇവർക്ക് പുറത്തേക്കുള്ള വാതിൽ തുറന്നു വച്ചിരിക്കുന്നു MA ബേബി, അല്ലെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്ന തരത്തിലുള്ള ചർച്ചകളാവാമെന്ന് പറയുമ്പോൾ പിണറായി വിജയൻ്റെ കാലം, നേരത്തെ ആ വയലാറിൻ്റെ പാട്ടിൽ പറഞ്ഞതുപോലെ, കാലക്കേടായി കാലന് പോലും വേണ്ടെന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയല്ലേ. പിണറായി വിജയൻ്റെ നിരവധി വാർത്തകൾ തത്സമയം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അഴിമതി കേസ്, ലാവ്ലിൻ കേസ്, സുപ്രീം കോടതിയിൽ എത്തിക്കുകയും ചെയ്ത ആളെന്ന രീതിയിൽ എങ്ങനെയാണ് നന്ദകുമാർ സാർ ഇത്തരം ഗതിവീതികളെ നോക്കിക്കാണുന്നത്? വയലാർ എഴുതിയ മറ്റൊരു പാട്ട് കൂടി ഉണ്ട്, വയലാറിനെ എഴുതിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഓർമ്മിക്കുന്നത്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരങ്ങൾ കാണും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം. തീർച്ചയായും എന്ന് വയലാർ തന്നെയാണ് എഴുതിയിട്ടുള്ളതാണ് ഞാൻ ഓർക്കുന്നത്. അതെ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേര് വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിഴൽ മാത്രം വരും. വയലാറിൻ്റെ തന്നെ വരികളാണത്. അതായത് ഏത് കൊലകൊമ്പൻ്റെ കാര്യത്തിലാണെങ്കിലും അത് ശരിയാണെന്ന് തെളിയിക്കുന്ന ഘട്ടത്തിലേക്കാണ് പോകുന്നത്. MA ബേബിയെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിച്ചത് ആരാണ്? പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി മോഹവുമായി ഡൽഹിയിൽ നടന്നിരുന്ന MA ബേബി അവിടെയുള്ള പ്രമുഖരായ ആളുകളായിട്ടൊക്കെ ചങ്ങാത്തം കൂടി സ്വരലയ എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങി തൻ്റെ പാർലമെൻറ്റ് അംഗം എന്ന നിലയിലുള്ള ഔദ്യോഗിക വസതിയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുറന്ന് രജിസ്ട്രേഷൻ എടുത്ത് തട്ടിപ്പ് നടത്തി കോടികൾ പിരിച്ച ആളാണ്. ഇത് ക്രൈമാണ് പുറത്തു കൊണ്ടുവന്നത്. അദ്ദേഹം എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തു. തിരിച്ചിട്ട് എനിക്കെതിരെ കേസ് ഫയൽ ചെയ്ത് എല്ലാ രേഖകളും കോടതിയിൽ ഹാജരാക്കിയപ്പം അദ്ദേഹം ഞാൻ വാർത്ത ചെയ്ത് സത്യമാണെന്ന് തെളിയുകയും എനിക്കെതിരെയുള്ള കേസ് തള്ളുകയും ചെയ്ത ഒരു സംഭവമുണ്ട്. അപ്പോൾ അന്ന് അതിൽ പറയുന്നൊരു കാര്യം, എൻ്റെ ലേഖനത്തിൽ പറയുന്ന കാര്യം, ഡൽഹിയിലൊക്കെ എല്ലാ പ്രമുഖരായ ആളുകളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ആളാണ്, മുഖ്യമന്ത്രി കുപ്പായം തുന്നിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹം കേരളത്തിൽ ലാൻഡ് ചെയ്യുന്നത് പോലും കേരളത്തിൽ മുഖ്യമന്ത്രിയാവാനാണ്. അങ്ങനെയാണ് 2006 to 2011 വരെയുള്ള കാലഘട്ടത്തിൽ ഇദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ചെയ്ത്. ആ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, റിനൈസൻസ് ഹോട്ടലിൽ സിന്ധു ജോയിയോടൊപ്പം SFIയുടെ സ്റ്റേറ്റ് പ്രസിഡന്റോടൊപ്പം അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നതിന് പകരം വന്ന് താമസിക്കുകയും പത്രക്കാർ വളഞ്ഞതൊക്കെ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം, അതിലേക്ക് പോകുന്നില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെ മുഖ്യമന്ത്രി ആവണമെന്ന ഉദ്ദേശത്തോടെ കേരളത്തിൽ വരികയും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് പിണറായി വിജയൻ്റെ പാർട്ടിയിലുള്ള അപ്രമാദിത്വം വരികയും അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ബോധപൂർവം ഇവിടുന്ന് കെട്ടുകെട്ടിച്ച് കേന്ദ്രത്തിൽ ആളൊന്നുമില്ല, കേന്ദ്രത്തിലായി പോയിക്കോട്ടെ MA ബേബി, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷ നന്നായി അറിയാം, ഹിന്ദി അറിയാം, മറ്റു സ്റ്റേറ്റുകളിലെ പാർട്ടിയുമായിട്ട് നല്ല ഇതിലധികം പോളിംഗ് ബ്യൂറോയിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണനേക്കാട് മുമ്പ്
കോടിയേരി ബാലകൃഷ്ണൻ ഏറ്റവും കൂടുതൽ കാലം പാർട്ടിയിൽ സർവീസുള്ളതെങ്കിൽ അതിനൊക്കെ മുമ്പ് അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ കയറുകയും ചെയ്തു. എന്തിനായിരുന്നു? ഇവിടെ നിന്നാൽ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി സ്ഥാന സ്വപ്നങ്ങൾ തകർക്കപ്പെടും, അതുകൊണ്ട് ഒരു എതിരാളി ഉണ്ടാവരുത് എന്ന് വെച്ചിട്ട് ഇവിടെ നിന്ന് കെട്ടുകെട്ടിച്ചതാണ്. ആ കെട്ടുകെട്ടിച്ച എം.എ. ബേബിക്ക് അന്നേ ഉണ്ട് ഒരു കലിപ്പ് ആരോട്? പിണറായി വിജയനോട്. ഇപ്പോൾ കൃത്യമായി പിണറായി വിജയൻ കയ്യിൽ പെട്ടിരിക്കുകയാണ്. 81 52 വയസ്സായെങ്കിലും ഇപ്പോഴും മുഖ്യമന്ത്രി സ്വപ്നങ്ങളുമായി നടക്കുന്ന ഒരു ആളാണ്. അധികാരമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത, നടക്കാനും വയ്യ ഇരിക്കാനും വയ്യാത്ത ഒരാളാണ് പിണറായി വിജയൻ. ലിഫ്റ്റ് വേണം ബസ് കയറാൻ. അതേ വീട്ടിൽ ക്ലിഫ് ഹൗസിൽ അദ്ദേഹത്തിന് മോളിൽ കയറണമെങ്കിൽ ലിഫ്റ്റ് വെച്ച് കൊടുത്താണ്. അത്രയും അദ്ദേഹം നടക്കാനും വയ്യ ഇരിക്കാനും വയ്യാത്ത ഒരാൾ ഇപ്പോഴും മുഖ്യമന്ത്രി സ്വപ്നവുമായി നടക്കുകയായിരുന്നു. പക്ഷേ മൂന്നാമത്തെ ഘട്ടത്തിൽ അദ്ദേഹത്തെ ജനങ്ങൾ തോൽപ്പിച്ചു വിട്ടു. കാരണം 10 വർഷം കൊണ്ട് അത്രയും നല്ല കാര്യങ്ങളല്ലേ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത്. 10 വർഷം കൊണ്ട് കേരളത്തിലെ പാർട്ടിയെ നശിപ്പിച്ച് നാരായണത്ത് കല്ലെടുപ്പിച്ചു മാത്രമല്ല, കേരളത്തെ മുച്ചോടും നശിപ്പിച്ചു. അഴിമതി നടത്തി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി. അങ്ങനെ പാർട്ടിയെ ഇല്ലാതാക്കി, സ്വന്തം കീശ വീർപ്പിച്ചു. അതാണ് പിണറായി വിജയൻ. എന്നിട്ടും അദ്ദേഹത്തിന് അധികാരമോഹം വിട്ടൊഴിഞ്ഞിട്ടില്ല. എന്നിട്ട് അദ്ദേഹം കടിച്ചു തൂങ്ങി എങ്ങനെയെങ്കിലും പ്രതിപക്ഷ നേതാവായ ശേഷം ജനങ്ങൾക്ക് മനസ്സിലായി, ഇനിയും പിണറായിയെ വെച്ചിരുന്നാൽ ഈ പാർട്ടി EMSഉം AKGയും കൃഷ്ണപിള്ളയെ പോലെയുള്ള മഹാനാന്മാരായ നേതാക്കന്മാർ കെട്ടിപ്പടുത്തുണ്ടാക്കിയ ഈ പാവപ്പെട്ടവരുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയൊക്കെ പാർട്ടി കുത്തക മുതലാളിമാരുടെ കാൽക്കൽ കീഴിൽ കൊണ്ട് കെട്ടിവെച്ച പിണറായി വിജയൻ ഇരുന്നാൽ ഈ പാർട്ടിയേ ഇല്ലാതാകും. അത് മനസ്സിലാക്കിയ അണികളോട് നിങ്ങൾ സത്യസന്ധമായി എല്ലാം വെട്ടി തുറന്ന് പറഞ്ഞോ, ഞാനുണ്ട് കൂടെ എന്നുള്ള ധൈര്യം കൊടുത്ത് കൂട് തുറന്ന് വിട്ടപ്പോൾ താഴെ തട്ടിൽ തുടങ്ങി മുകളിൽ വരെയുള്ള ആളുകൾ പൊട്ടിത്തെറിച്ച് പറഞ്ഞു, നീ പിണറായി ഇവിടെ ഇരുന്നാൽ അത് നാശമാണ്. രാജീവ് പറഞ്ഞെന്താ, ആ മോന്ത കണ്ടിട്ടാണ് ആൾക്കാർ തിരിച്ചു കുത്തിയെന്നല്ലേ പരസ്യമായിട്ട് ഇൻഡയറക്റ്റായി പറഞ്ഞത്. LDF അല്ലാതെ മറ്റാരുണ്ടെന്നുള്ള ഫ്ലെക്സിൽ പിണറായി വിജയന്റെ മാത്രം. കേരളത്തിലെ എല്ലാ സ്ഥലത്തും വലിയ ബോർഡ് വെച്ചതാണ്. ജനങ്ങൾ ഈ വെറുക്കപ്പെട്ട മനുഷ്യനെ വെറുപ്പോടുകൂടി കാണുകയും അറപ്പോടുകൂടി തിരിച്ചു വോട്ടുകയും ചെയ്തു എന്നാണ് രാജീവ് പറഞ്ഞത്. രാജീവ് പറഞ്ഞാൽ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ലല്ലോ. അതിലപ്പുറത്തേക്കാണ് നമ്മുടെ ധനകാര്യമന്ത്രിയായിരുന്ന ബാലഗോപാൽ നിയമസഭയിൽ എല്ലാവരും കാണാൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് എന്താ വാ തുറന്ന് സംസാരിച്ചൂടെ. കാരണം വാ തുറന്ന് പിണറായി വിജയന് സംസാരിക്കാൻ പറ്റില്ല. പറഞ്ഞാൽ ഒരു വിരൽ വി ഡി സതീശനെതിരെ നീണ്ടാൽ വി ഡി സതീശൻ 10 വിരൽ ഒരുമിച്ച് കാട്ടി പിണറായിയെ തീർത്ത് കളയും. ഓരോ തവണയും പിണറായി വിജയൻ എന്തെങ്കിലും വാ തുറന്നാൽ അതിൻ്റെ 10 ഇരട്ടി എല്ലാ രേഖകളുമായി പിണറായി വിജയൻ ചെയ്ത എല്ലാ വൃത്തികേടുകളും രേഖാസഹിതം നിയമസഭയിൽ ലൈവായിട്ട് അദ്ദേഹം പറയും. അത് ലോകം മുഴുവൻ കാണും. അങ്ങനെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളെ ഇത്രയും ഇല്ലാതാക്കുന്നത് ആരാണ്? വി ഡി സതീശനാണ്. കാരണം അത്രയ്ക്കും സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തൻ്റെ ഭരണകാലത്ത് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് വി ഡി സതീശന് പ്രത്യേക പണിയൊന്നും ആവശ്യമില്ല. രേഖകൾ എടുത്ത് വായിച്ചെടുത്താൽ മതി. ഏത് കാര്യം ചെയ്താലും അതിൻ്റെ യഥാർത്ഥ ആള്, തട്ടിപ്പുകളുടെ യഥാർത്ഥ ആള് പിണറായി വിജയനായിരിക്കും. അതുകൊണ്ട് വാ തുറക്കാൻ പറ്റുന്നില്ല. നിയമസഭയിൽ വാ തുറക്കാൻ പറ്റുന്നില്ല, പുറത്ത് വാ തുറക്കാൻ പറ്റുന്നില്ല. എന്നിട്ടും പ്രതിപക്ഷ നേതാവായിട്ട് ചടഞ്ഞ് വന്നത് എന്തിനാണ്? BJPയുമായി ധാരണ ഉണ്ടാക്കി മാർക്സിസ്റ്റ് പാർട്ടിയെ BJPയിൽ എത്തിക്കുക അണികളെയെല്ലാം. ഈ വ്യക്തമായ ലക്ഷ്യം കൊടുത്തുകൊണ്ടാണ് പിണറായി വിജയനെ വെച്ചിരിക്കും. ഇപ്പം BJPക്കും മതിയായി, പിണറായി വിജയനെ കൊണ്ട് ഞാനൊന്നും നടക്കില്ല. പകരം പിണറായി വിജയനെയും മകളെയും മകനെയൊക്കെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടി തകരിപ്പണമാകും. അങ്ങനെ BJP ശക്തമാകും എന്നുള്ള ഒരു കാൽക്കുലേഷനാണ് ഇപ്പോൾ BJPയും ഉള്ളത്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് കൃത്യമായി കേരളത്തിലെ നേതാക്കന്മാർ ഓരോരുത്തരായി ഈ പിണറായി വിജയനെ കൈയൊഴിഞ്ഞു. ഇന്നലെ കൂടെ നിന്ന് കെട്ടിപ്പിടിച്ച ആൾക്കാരൊക്കെ കെട്ടിപ്പിടിക്കാനും ഇല്ല, ഒന്ന് ചിരിക്കാനും ഇല്ല, കണ്ട ഭാവം നടിക്കാതെ മാറി നിന്ന് പോവുകയാണ്. മുമ്പ് ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്ന ആൾക്കാർ പോലും പിണറായി വിജയൻ്റെ അടുത്തേക്ക് വരുന്നില്ല. പിണറായി വിജയൻ മാരകശേഷിയുള്ള ഒരു ഭീകര ജീവിയാണ്. ആ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ മോശക്കാരാവുമെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആർക്കും വേണ്ടാത്ത മുടക്കാ ചരക്കാണ്, വിഴുപ്പ് ഭാണ്ഡമാണ് പിണറായി എന്ന് കൃത്യമായി സാധാരണ CPM പ്രവർത്തകർ പോലും അപ്പോൾ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അവർ അത് തന്നെ ഉച്ചത്തിൽ പറയാനും തുടങ്ങിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇനി പിണറായി വിജയനെ കൊണ്ടു നടന്നാൽ കേരളത്തിലെ പാർട്ടി ഇല്ലാതാവുമെന്നും കൃത്യമായി മനസ്സിലാക്കിയ MA ബേബി എന്തൊക്കെ പറഞ്ഞാലും വൈകി വന്ന വിവേകമായിട്ടാണോ അതല്ല മുമ്പ് തന്നെ ഇവിടുന്ന് കെട്ടുകെട്ടിച്ച് ഡൽഹിയിലേക്ക് അയച്ചത് കൊണ്ടാണോ എന്നറിയില്ല, കൃത്യമായി ആക്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അതെന്തായാലും കേരളത്തിലെ പാർട്ടിക്ക് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്.
നമുക്ക് എല്ലാവരും ക്രൈം എത്രയോ തവണ 2005 മുതൽ പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരനാണെന്ന് പറയുന്ന അന്ന് മുതൽ പാർട്ടിയിൽ ആരും ശ്രദ്ധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ പേടിച്ചിട്ട് മിണ്ടിയിരുന്നില്ല. ആരെങ്കിലും പിണറായി വിജയനെതിരെ മിണ്ടിയിരുന്നെങ്കിൽ അവരെയൊക്കെ പിടിച്ച് പുറത്താക്കുന്ന ഒതുക്കുന്ന പരിപാടിയാണ് പിണറായി വിജയനുണ്ട്. കാരണം പിണറായി വിജയൻ്റെ കൈവശമായിരുന്നു ആ സമയത്തൊക്കെ പാർട്ടി അല്ലെ ഭരണം എല്ലാം. ഇപ്പം പിണറായി വിജയന് ഭരണവുമില്ല, പാർട്ടിയില്ല, കൂടെ എന്നവരും ഇപ്പോൾ തള്ളി പറഞ്ഞിരിക്കുന്നു. ഇതാണ് ചരിത്രത്തിലുള്ള തിരിച്ചടിയും കാലത്തിനത് കാവ്യനീതി എന്ന് പറയുന്നൊരു കാര്യം. അത് എല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആരൊക്കെ തട്ടിപ്പും വെട്ടിപ്പും കള്ളത്തരവും എല്ലാം നടത്തിയിട്ടുണ്ടോ, അഴിമതിയും എല്ലാം നടത്തിയിട്ടുണ്ടോ, ഒരു കാലം വരെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ അതെല്ലാം പുറത്തേക്ക് ചാടി വരുമ്പോൾ ഈ അടുത്തേക്ക് പോകാൻ പോലും ആരും ഉണ്ടാവില്ല. കണ്ടില്ലേ, ചില വസൂരിക ബാധിച്ച വ്രണം ബാധിച്ച ആൾക്കാരുടെ അടുത്തേക്ക് അതുവരെ ഭയങ്കര ലോക്യം പറഞ്ഞിരുന്ന ആൾക്കാർക്ക് അയാൾക്ക് അസുഖം വന്നാൽ ആ പ്രദേശത്തേക്ക് പോവില്ല. കാരണം അത്രയും അയാൾ ദുഷ്ടത്തരം മുമ്പ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ദുഷ്ടത്തരം ചെയ്ത് കേരളത്തെ നശിപ്പിച്ച അല്ല പാർട്ടിയെ നശിപ്പിച്ച പിണറായി വിജയനെയും കൊണ്ടുപോയാൽ ആ പാർട്ടി ഇല്ലാതാകുന്നു. വൈകി വന്നിട്ട് വിവേകത്തോടെ കൂടി പെരുമാറാൻ എന്തായാലും MA ബേബിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേ ശക്തമായ രൂപത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് ആ ശക്തമായ രൂപത്തിൽ നീങ്ങിയാൽ ഇപ്പോഴെങ്കിലും പാർട്ടിയെ രക്ഷിക്കാൻ കഴിയും. ഇനിയും നീണ്ടുപോയാൽ ഈ പാർട്ടിയെ ഇല്ലാതാകും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇന്നലെ കണ്ടവരാരും ഇനി പിണറായി വിജയൻ്റെ കൂടെ ഉണ്ടാവില്ല. ഇന്നലെ കണ്ട ജനങ്ങൾ കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും പ്രതിഫലനമാണ് കഴിഞ്ഞ തവണ CPM അണികൾ പോലും മാറിക്കുത്തിയിട്ടാണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലും അതേപോലെ അമ്പലപ്പുഴയിലും അടക്കം കേരളത്തിൽ 150 മണ്ഡലങ്ങളിലും UDF വൻ വിജയം കാണാം. ശരിക്കും VD സതീഷിൻ്റെ സൗഭാഗ്യമാണ്, UDFിൻ്റെ സൗഭാഗ്യമാണ് പിണറായി വിജയൻ എന്ന് പറയാൻ പറ്റും. ഇനിയും വെച്ചിരിക്കണം എന്നാണ് ആർക്കാഗ്രഹം? UDFിൻ്റെ ആഗ്രഹം. UDFിൻ്റെ ആഗ്രഹം അങ്ങനെ ചെയ്യാൻ കാരണം പിണറായി എത്ര ഇരിക്കുന്നോ അത്രയും ആ പാർട്ടി തകരും, UDFിന് സ്വസ്ഥമായി മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് അവർ കണക്കൂട്ടുന്നത്. ഈ സന്ദർഭത്തിൽ തീർച്ചയായും നമ്മൾ കാണാൻ പോകുന്നത് വളരെ ദയനീയമായിട്ട് ജനങ്ങളുടെ കല്ലേറുകൊണ്ട്, പാർട്ടി അണികളുടെ കല്ലേറുകൊണ്ട് നമ്മൾ കിഴക്കൻ യൂറോപ്യനുകളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലൊക്കെ അവിടുത്തെ നേതാക്കന്മാർ അവിടെ ജനങ്ങൾ കല്ലെറിഞ്ഞ് ഓട്ടിക്കുന്ന രംഗം കണ്ടില്ലേ? എന്നിട്ട് ഇവർ പോയി ഒളിവിടെ ഒളിച്ചിരിക്കുകയാണ്. അവർ ചെയ്ത തട്ടിപ്പുകളും വെട്ടിപ്പുകളും എല്ലാം സ്വജനപക്ഷപാതമെല്ലാം പെൺവാണിഭമെല്ലാം പുറത്തേക്ക് ചാടിങ്ങനെ വരികയാണ്. അപ്പോൾ ആ ചാടി വരുമ്പോൾ അത് ജനങ്ങൾ കല്ലെറിഞ്ഞ് ഓടിക്കണം. ഇതേപോലെ ഇവിടെ കേരളത്തിൽ പിണറായി വിജയനെതിരെ ശക്തമായ രൂപത്തിൽ ഇതേപോലെ ജനങ്ങൾ കല്ലെറിയും, പാർട്ടി അണികൾ കല്ലെറിയും. ഇന്നലെ കൂടെ നിന്നവർ തിരിച്ചറിയും പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകാരനായിരുന്നു എന്ന്. ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സാറ് പറഞ്ഞ പോലെ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേര് വരും, കരയുമ്പോൾ നിന്നിഴൽ മാത്രം വരും എന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയനും ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞതിൽ ചെറിയൊരു പിശകുണ്ട്. കാരണം ആ ഗാനം എഴുതിയിരിക്കുന്നത് വയലാറല്ല, കടൽ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി MSV സംഗീതം നൽകി ജാനകിയമ്മ പാടിയൊരു പാട്ടാണ്. അപ്പോൾ ആ ഒരു തെറ്റുകൂടി ഞങ്ങളിവിടെ തിരുത്തുന്നു. അല്ല, അത് ഞാൻ ആദ്യമേ പറഞ്ഞു വയലാറാണോ എന്നെനിക്ക് ഓർമ്മയില്ല. ഇവിടെ അഗ്രഗണ്യനായ പ്രദീപുള്ളപ്പോൾ ഞാൻ അതിനകത്ത് ക്ലൂഡ് ഇട്ടതാണ്. എന്തായാലും ആ പാട്ട് ഗംഭീരമാണ്. ഇവിടെ അർത്ഥ കൃത്യമായിട്ട് പിണറായിക്ക് പറ്റുന്നൊരു പാട്ടാണത് എന്ന് പറയാൻ പറ്റും. തീർച്ചയായും അന്വർത്ഥമായിരിക്കുന്നു പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം. ജാനകിയമ്മ പാടിയത് കൊണ്ട് എല്ലാ കാലത്തും അതിന്റെ ആ മധുര ശബ്ദം നമ്മളെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ് സത്യം. ആ നിഴൽ മാത്രം ഇപ്പൊ പിണറായി വിജയനോടൊപ്പം ഉള്ളൂ എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട കാര്യം തന്നെ. അവസാനം ഭാര്യ തന്നെ ചവിട്ടി പുറത്താക്കോ എന്നുള്ളത് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു.